നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. നാളെ മെയ് മാസം 1-ാം തീയതി മുതൽ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവർക്ക് പുതിയ മാറ്റങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് ATM ഇടപാടുകൾക്കാണ് പുതിയ നിരക്കുകൾ ബാധകമാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കുകൾ ഇന്റർചേഞ്ചിങ് ഫീസ്, അതായത് ഒരു ബാങ്കിന്റെ ATM ശൃംഖല ഉപയോഗിക്കുന്ന വ്യക്തി, അതായത് ATM കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തി മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിന്റെ ATM ശൃംഖലകൾ വഴിയാണ് പണമിടപാട് നടത്തുന്നത് എങ്കിൽ ബാങ്കുകൾ തമ്മിൽ കൈമാറേണ്ട ഒരു ഫീസാണ്. എന്നാൽ ആ തുക ഉപയോക്താവിൻ്റെ തന്നെ അക്കൗണ്ടിൽ നിന്നും ബാങ്കുകൾ പിൻവലിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സർവീസ് ചാർജ് മുൻപുണ്ടായിരുന്നത് 17 രൂപയൊക്കെ ആയിരുന്നു. അതാണ് ഇനി 23 രൂപ മുതൽ 25 രൂപയിലേക്ക് മാറ്റപ്പെടുന്നത്. നമ്മളുടെ തന്നെ ബാങ്കിൻ്റെ ATM ശൃംഖലകളിൽ ആശ്രയിച്ച പണമിടപാടുകൾ 5 സൗജന്യമാണ്. ഇനി മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ ആണെങ്കിലും മെട്രോ നഗരങ്ങളിൽ 3, മെട്രോ ഇതര നഗരങ്ങളിൽ പരമാവധി 5 ട്രാൻസാക്ഷൻ വരെ സൗജന്യമായിട്ട് അനുവദിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പരിധി കഴിയുമ്പോഴാണ് പിന്നീട് ഫീസ് കൃത്യമായിട്ട് ഈടാക്കുന്നത്. അങ്ങനെയുള്ള നിരക്കുകളിലാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. അതാണ് 23 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ചില ബാങ്കുകളുടെ ATM ശൃംഖലകൾ വഴി ബാലൻസ് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പണരഹിത ഇടപാടുകളാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മൊബൈൽ നമ്പർ അപ്ഡേഷന്, KYC ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നിലവിൽ തുക അതിനൊരു ഫീസ് ഈടാക്കും. ആ ഫീസിലും വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത് 5, 6, 7 രൂപയൊക്കെ ആയിരുന്നതാണ് ഇനി മുതൽ 11 രൂപ വരെയൊക്കെ ഈടാക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സഹായ വിതരണം നടക്കുന്നുണ്ട്. ധനസഹായ വിതരണത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ രോഗിയുടെ പേരിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരാണ് അപേക്ഷ വയ്ക്കേണ്ടത്. ഇതിനുള്ള സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ അപേക്ഷ കൃത്യമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് വില്ലേജ് ഓഫീസർ തലത്തിലേക്ക് അത് ഫോർവേഡ് ചെയ്യപ്പെടുകയും അന്വേഷണങ്ങൾ നടത്തിയ ശേഷം അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും ആനുകൂല്യം കൃത്യമായിട്ട് ഓരോ മാസങ്ങളിലും സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ തത്സമയ അപ്ഡേഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫോണിലേക്ക് SMS മുഖാന്തരം അറിയിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടി അതിൻ്റെ ബില്ലുകൾ, മറ്റ് അനുബന്ധ രേഖകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളവർ തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷകൾ വയ്ക്കുക. ചെറിയൊരു രീതിയിലാണെങ്കിൽ പോലും ധനസഹായം കിട്ടുന്നത് കളയാതിരിക്കുക. അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന് മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇമെയിൽ ID പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ വെച്ചിട്ട് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രോസസ്സിംഗ് നടപടികൾ വിവിധ ഘട്ടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കോളർഷിപ്പ് വിതരണം ഈ മാസത്തോടെയൊക്കെ ആരംഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൻ്റെ പേരിലുള്ള ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിലൊക്കെ ആയിരിക്കും ധനസഹായം കൈമാറുന്നത്. നിലവിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവാണ് എന്നും അതോടൊപ്പം തന്നെ KYC ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് സ്ഥിരീകരിക്കേണ്ടതാണ്. ചില ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ തുക എത്തിച്ചേരും, പക്ഷേ അത് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ചില അക്കൗണ്ടിലേക്ക് പണം എത്താതെ വരുന്ന സാഹചര്യങ്ങൾ. കൃത്യമായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് നമുക്ക് സ്മാർട്ട് ഫോൺ വഴി തന്നെ പരിശോധിക്കാം. ആധാറിൻ്റെ വെബ്സൈറ്റിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൃത്യമായിട്ട് ആധാർ വഴിയൊക്കെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. അല്ല എങ്കിൽ ആധാർ അപ്ഡേഷനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ വിതരണം നടക്കുന്നത് ആധാർ അധിഷ്ഠിത രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആധാറുമായിട്ട് അക്കൗണ്ടുകൾ സീഡായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നിരവധി തവണകളായിട്ട് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.